കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? മ്യൂട്ടാണ്. ഓക്കെ ഓക്കെ. സെലീനിയത്തില് ആക്ഷൻ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ എന്താ പറയാ, ഇപ്പൊ ഞാനൊരു റൈറ്റ് ക്ലിക്ക് ചെയ്യണു, അതൊരു ആക്ഷനാണ്. അതല്ലെങ്കിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യണു, അതൊരു ആക്ഷനാണ്. അല്ലെങ്കിൽ ഒരു മൗസ് ഇതിന് മുകളിലോട്ട് കൊണ്ടുവരണം, അത് വേറെ ആക്ഷൻ. അല്ലെങ്കിൽ ഇപ്പൊ എന്താണ്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം, അതൊക്കെ ഓരോ ആക്ഷൻസ് ആണ്. അപ്പൊ അതൊക്കെ ചെയ്യാനായിട്ടുള്ളതാണ് ഈ ആക്ഷൻ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോ റൈറ്റ് ക്ലിക്ക് ഉണ്ട്, ഡബിൾ ക്ലിക്ക് ഉണ്ടായിരിക്കും, പിന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്, മൗസ് ഓവർ ഉണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻസ് വരുന്നത്. അപ്പം ഇത് ഓരോന്ന് നമുക്ക് ഇന്ന് നോക്കാം. സോ ഞാനൊരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ക്ലാസ് അല്ല, പുതിയൊരു പാക്കേജ് ആദ്യം ഞാൻ ക്രിയേറ്റ് ചെയ്യാം ആക്ഷൻ ക്ലാസ്സിന് വേണ്ടിയിട്ട്. ന്യൂല് പാക്കേജ് ആക്ഷൻ ക്ലാസ് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു പാക്കേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിൽ ഞാൻ എന്താക്കും, റൈറ്റ് ക്ലിക്ക് കൊടുക്കും, ക്ലാസ് റൈറ്റ് ക്ലിക്ക്, ഓക്കെ, റൈറ്റ് ക്ലിക്ക് തന്നെ മതി. അതിൽ ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യും. ഫസ്റ്റ് റൈറ്റ് ക്ലിക്ക് തന്നെ മതി. റൈറ്റ് ക്ലിക്ക് ഡെമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നു, മെയിൻ ഫംഗ്ഷൻ കൊടുക്കണം, ഫിനിഷ് കൊടുക്കണം. ഇനി നമ്മുടെ ബാക്കിയുള്ളത് എവിടെയാ? ഇതൊന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം പ്രോപ്പർട്ടി ഇതൊക്കെ ഈ 3 ലൈനൊന്ന് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. സിസ്റ്റം പ്രോപ്പർട്ടി സെറ്റ് ചെയ്തു, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു URL ഓപ്പൺ ചെയ്യണം. ഞാൻ ഞാനൊരു സൈറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ടൂൾസ് QA, അതല്ല ഞാൻ സൈറ്റ് തന്നിട്ടുണ്ടായിരുന്നത്, ടൂൾസ് QA.com. അതില് കുറെ വിഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, സെലീനിയത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. toolsqa.com/buttons എന്നുള്ള പേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇല്ല, നോക്കട്ടെ കേട്ടോ. വേറെ ഏതായിരുന്നു സൈറ്റ്? ഡെമോ ക്യൂ ആണ്, ടൂൾസ് അല്ല, ഡെമോ QA/buttons. ഓക്കെ, ഇതിൽ നമുക്ക് ഡബിൾ ക്ലിക്കിനുള്ളതുണ്ട്, റൈറ്റ് ക്ലിക്ക് ഉണ്ട്, പിന്നെ നോർമൽ ആയിട്ടുള്ള ഒരു ക്ലിക്ക് മീ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടണും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇപ്പൊ ചെയ്ത് നോക്കേണ്ടത്, ഇതിലിപ്പോ ഞാൻ വെറുതെ ക്ലിക്ക് ചെയ്താലും അവിടെ ഒന്നും എഴുതി കാണിക്കുന്നില്ല. അതിപ്പോ 2 വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ, ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു വട്ടം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒന്നും എഴുതി കാണിച്ചില്ല. ഞാൻ ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് വേറെ പേജിലോട്ട് പോയി. ഒരു മിനിറ്റ്, ആ ആഡ്സിന്റെ ക്ലിക്ക് ചെയ്തതായിരുന്നു. വെയിറ്റ്, ഇതിൽ കുറെ ആഡ് വരുന്നുണ്ട്, കുറെ സ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഭയങ്കരമായിട്ട് ഹാങ് ആവുന്നുണ്ട് സൈറ്റ്. അപ്പൊ ഇതിൽ ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ഈ താഴെ ഇങ്ങനെ യു ഹാവ് ഡൺ എ ഡബിൾ ക്ലിക്ക് എന്ന് വന്നത്. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലും ഒന്നും വന്നില്ല. ഇതിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് യു ഹാവ് ഡൺ എ റൈറ്റ് ക്ലിക്ക് എന്നുള്ളത് വരുന്നത്. അപ്പൊ ഇതാണ് നമുക്ക് ചെയ്ത് നോക്കേണ്ടത്. ഡബിൾ ക്ലിക്കും ചെയ്യണം, റൈറ്റ് ക്ലിക്കും ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്താക്കുന്നു, ഫസ്റ്റ് നമ്മുടെ ഇതിലോട്ട് തിരിച്ചു വരാം. ആ URL നമുക്ക് ഇവിടെ കോപ്പി ചെയ്യാം. URL ഞാൻ പേസ്റ്റ് ചെയ്തു. ഇനി അത് മാക്സിമൈസ് ചെയ്യാൻ, ഒരു വിൻഡോ മാക്സിമൈസ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഓക്കെ, നമുക്കത് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. driver.manage.window.maximize എന്നുള്ളത് ഇവിടെ നിന്ന് തന്നെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് URL ഞാൻ ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ആ ബട്ടണിന് റൈറ്റ് ക്ലിക്ക് ചെയ്യണം അല്ലേ?
ആ ബട്ടൺമേ റൈറ്റ് ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്യാം. വെയിറ്റ്, എക്സ്പാത്ത് എടുക്കണം. അതിൻ്റെ ഒരു മിനിറ്റ് ലോഡ് ആവട്ടെ കേട്ടോ. ഓക്കെ, നമ്മൾ ആദ്യം എക്സ്പാത്ത് എടുത്ത് വെക്കാം. അതിനു മുൻപ് ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ ആക്ഷൻസ് എന്നാണ് പറയുക. ഈ റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, ഇതിനൊക്കെ ആക്ഷൻസ് എന്നാണ് പറയുക അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താക്കണം, ആക്ഷൻ ക്ലാസ്സിന് കോൾ ചെയ്യണം, അല്ലെങ്കിൽ ആക്ഷൻ ക്ലാസ്സിന് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. നമ്മളിവിടെ വെബ് ഡ്രൈവറിന് ക്രിയേറ്റ് ചെയ്തല്ലോ, അതേപോലെ ആക്ഷൻ ക്ലാസ്സിന് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ആക്ഷൻ, ഞാനിപ്പോ എന്താണ് ആക്ട് അല്ലെങ്കിൽ ആക്ഷൻ തന്നെ കൊടുക്കാം. ആക്ഷൻസ് എന്ന് കൊടുത്തു, ഒരു ഒബ്ജക്റ്റിന് പേര് കൊടുത്തു, ഈക്വൽസ് ന്യൂ ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡ്രൈവർ ഞാൻ ഇതിൽ പാസ് ചെയ്തു. ഓക്കെ, നമ്മൾ ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്ന് കൊടുക്കണല്ലോ, ആ ഒരു ഡ്രൈവർ ഓക്കെ സ്ലോ ആയതായിരിക്കും. ദെൻ ഈ ആക്ഷൻ ക്ലാസ്സിന് എന്താക്കുന്നു, ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് മുകളിൽ കേഴ്സർ കൊണ്ടുവയ്ക്കാം. ഓക്കെ, ഇമ്പോർട്ട് എന്ന് വന്നു, ഇമ്പോർട്ട് ചെയ്തു. java.awt.desktop.action എന്ന് പറഞ്ഞിട്ട് ഇമ്പോർട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇനി നമുക്ക് അതിന്റെ ഒരു ID കണ്ടുപിടിക്കണം. ID അല്ലെങ്കിൽ എക്സ്പാത്ത് നമുക്ക് അതിന്റെ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് ID ഉണ്ടോന്ന് ഞാൻ ആദ്യം നോക്കട്ടെ. ഇപ്പൊ നമ്മൾ ഏതാ ചെയ്യണ്ടായിരുന്നു, റൈറ്റ് ക്ലിക്ക് അല്ലേ? ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ഇൻസ്പെക്ട് ചെയ്യാം. ഇൻസ്പെക്ട്, അതിന് ID ഉണ്ടെങ്കിൽ നമുക്ക് ID വെച്ചിട്ട് ചെയ്യാം. എക്സ്പാത്ത് അങ്ങനെ എടുക്കുന്ന ആവശ്യമില്ല. ID ഉണ്ടെങ്കിൽ ID വെച്ചിട്ട് ചെയ്യാം. ഇതാണ്, ഇതില് ബട്ടൺ ID ഉണ്ട്, റൈറ്റ് ക്ലിക്ക് ബട്ടൺ ആണ് IDയുടെ പേര്. അപ്പൊ ID വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഫെച്ച് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് കോപ്പി ചെയ്തു. ഇവിടെ ആക്ഷന്റെ അവിടെ എന്തോ എറർ വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ആക്ഷൻസ് എന്നാണ് വരാട്ടോ, ആക്ഷൻ അല്ല ആക്ഷൻസ്, അതാണ് ഇമ്പോർട്ടൻ്റ്. ഒരു മിനിറ്റ്, ഇമ്പോർട്ട് ആക്ഷൻസ്. ആക്ഷൻ എന്നുള്ളത് ജാവയിലുള്ളതായിരുന്നു, നമുക്ക് വേണ്ടത് സെലീനിയത്തിലത്തെയാണ്. ഒരു മിനിറ്റ്, എൻ്റെ സിസ്റ്റം ഹാങ് ആയിട്ട് ആക്കി. ആക്ഷൻസ് എന്നുള്ള കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആക്ഷൻസ് എന്നുള്ളതാണ്. ഒരു മിനിറ്റ്, ഞാൻ സിസ്റ്റം ഒന്ന് നീക്കായിരുന്നു. ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഹലോ ഹലോ, ആ കേൾക്കുന്നുണ്ടോ? ഓക്കെ, ആക്ഷൻസ് എന്നുള്ളതാണ് സെലീനിയത്തിലത്തെ ക്ലാസ്, ആക്ഷൻ എന്നുള്ളത് ജാവയിലത്തെ ക്ലാസ് ആയിരുന്നു. ഓക്കെ, അത് മാറിപ്പോയതായിരുന്നു, ഞാനിവിടെ എസ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ID എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ID എന്തായിരുന്നു, റൈറ്റ് ക്ലിക്ക് ബട്ടൺ, ഇതാണ് ID നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നു, ആ ഒരു ID ഞാൻ കൊടുക്കുന്നു, ഡബിൾ കോട്ട്സിൽ ഇത് കൊടുക്കുന്നു. ഇനി ഇത് ഞാൻ എന്താക്കുന്നു, ഇതൊരു വെബ് എലമെന്റിലോട്ട്, ഹലോ ഹലോ, ലെഫ്റ്റ് ആയി പോയോ? എന്തോ ഒരു സൗണ്ട് വന്നു പെട്ടെന്ന്. എന്താണ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? വോയിസ് ഇങ്ങനെ ബ്രേക്ക് ആയിട്ടാ കേൾക്കുന്നത്. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ,
നമ്മളിവിടെ ഐ ഡി എടുത്തു, റൈറ്റ് ക്ലിക്ക് ബട്ടൺ എന്നുള്ള ഐ ഡി ഞാൻ അവിടെ നിന്ന് ഫെച്ച് ചെയ്തെടുത്തു. ദെൻ ഇത് നമ്മളൊരു വെബ് എലമെന്റിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യണം അല്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു വെബ് എലമെന്റിലോട്ട് ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കാണ്. വെബ് എലമെന്റ് ഞാനിപ്പോ എന്താണ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് സ്റ്റോർ ചെയ്യണം. വെബ് എലമെന്റിന് ഞാൻ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് കൊടുത്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? അതില് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ആ ബട്ടണിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ആക്ഷൻ ക്ലാസ് വെച്ചിട്ടാണ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ അതിനായിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്ഷൻസ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. കോണ്ടെക്സ്റ്റ് ക്ലിക്ക്. അപ്പൊ ഇത് എടുത്താൽ മതി. അപ്പൊ നമുക്ക് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ആക്ഷൻസ് ഡോട്ട് എന്ന് കൊടുത്തിട്ട് കോണ്ടെക്സ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ 2 എണ്ണം വരും. അതിൽ ഫസ്റ്റത്തെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ടാർഗറ്റ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. സെക്കൻഡ് ഓപ്ഷൻ എടുത്തിട്ട് എൻ്റർ അടിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ടാർഗറ്റ് അവിടെ വന്നിട്ടുണ്ട്, BTN എന്നുള്ളത്. കണ്ടോ? ഓക്കെ. ദെൻ ഇത് കഴിഞ്ഞിട്ട് ഡോട്ട് പെർഫോം എന്നുള്ളൊരു ആക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ആക്ഷൻ ക്ലാസ്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെർഫോം എന്നുള്ള ആ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യണത്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട്. ആ ആക്ഷൻ ക്ലാസ് വർക്ക് ആവണമെങ്കിൽ ഈ ആക്ഷൻസ് കോൾ ചെയ്യണം, പ്ലസ് ഈ പെർഫോം എന്നുള്ള ഒരു ഫംഗ്ഷനും കോൾ ചെയ്യണം. ഓക്കെ, ക്ലിയർ ആണോ? ദെൻ ഇനി ഞാനിപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്യാം. ഇതിപ്പോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്ത കോഡ് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് കഴിഞ്ഞു. ഫസ്റ്റ് തന്നെ നമ്മളൊരു ആക്ഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ദെൻ എന്ത് ചെയ്തു? ആ ഒരു ബട്ടന്റെ ഐ ഡി വെച്ചിട്ട് നമ്മളൊരു വെബ് എലമെന്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ വെബ് എലമെന്റ് നമ്മൾ എന്ത് ചെയ്തു? ആക്ഷൻ ക്ലാസിന്റെ കോണ്ടെക്സ്റ്റ് ക്ലിക്ക് എന്നുള്ളതിലോട്ട് പാസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡോട്ട് പെർഫോം എന്ന് കൊടുത്തു. BTN ആണ് നമ്മുടെ വെബ് എലമെന്റ്. വെബ് എലമെന്റിന്റെ പേര്. അത് എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ബട്ടൺ ആയതുകൊണ്ട് BTN ഇട്ടുന്നേ ഉള്ളൂ. ദെൻ ആക്ഷൻ ക്ലാസ് വർക്ക് ആണെങ്കിൽ ഈ പെർഫോം എന്നുള്ള മെത്തേഡ് കോൾ ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റൈറ്റ് ക്ലിക്ക് ആയിട്ടുണ്ടായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒന്ന് സിസ് ഔട്ട് ചെയ്യാം. അത് വർക്ക് ആയി കഴിഞ്ഞാൽ യു ഹാവ് റൈറ്റ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്തു. ഓക്കെ, ഇതുവരെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ കേട്ടോ, ഈ ക്രോമ ക്ലോസ് ചെയ്യട്ടെ. ഇനി റൺ ചെയ്യാം. ലോഡായിട്ട് വന്നു. ആ ഒരു പേജ് ഓപ്പൺ ആവുന്നുണ്ട്. കണ്ടോ? റൈറ്റ് ക്ലിക്ക് ആയി അവിടെ ഓട്ടോമാറ്റിക്കലി എഴുതിയും കാണിച്ചു യു ഹാവ് ഡൺ എ റൈറ്റ് ക്ലിക്ക് എന്നുള്ളത്. ഇനി നമ്മുടെ കൺസോളിലും വരുമ്പോൾ അവിടെ എഴുതി നമ്മൾ യു ഹാവ് റൈറ്റ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിച്ചു. ഇനി എനിക്ക് ചെയ്യേണ്ടത് ഇവിടെ എഴുതി കാണിച്ചല്ലോ എങ്ങനെയുള്ളത്, ഇത് എനിക്ക് പ്രിന്റ് ചെയ്യിക്കണം. ഈ ഒരു കാര്യം എനിക്ക് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കണം. ഞാനിത് സിസ് ഔട്ട് ചെയ്തിട്ടാണ് ഇത് പ്രിന്റ് ആയത്. അതിന് പകരം എനിക്ക് ഇവിടെ വന്നിട്ടുള്ള ഈ ഒരു മെസ്സേജ് കൺസോളിൽ പ്രിന്റ് ചെയ്യിക്കണം. അപ്പൊ അതിനായിട്ട് ഇതിന്റെ നമുക്ക് ഫെച്ച് ചെയ്തെടുക്കാം. വെയിറ്റ്, ഇതിന്റെ എങ്ങനെ ചെയ്യാ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലാസ്റ്റ് ക്ലാസ്സിലല്ലേ? എങ്ങനെ? പറയ്, ഓർമ്മയില്ലേ? ഓർമ്മത്തില്ല. ഇതിന്റെ ID റൈറ്റ് ക്ലിക്ക് മെസ്സേജ് ആണ്. ID വെച്ചിട്ട് വർക്ക് ആവുന്നുണ്ടോ നോക്കട്ടെ ഞാൻ. ഇതിനെ ഞാൻ വേണമെങ്കിൽ ഒരു എന്താ പറയാ,
ഓക്കെ, driver dot find element by dot id right click message dot text. ഇത് ഞാനിപ്പോൾ സ്ട്രിംഗ് മെസ്സേജിലോട്ട് സ്റ്റോർ ചെയ്യണം. ദെൻ സിസ് ഔട്ട് മെസ്സേജ്, ഇത് ഞാൻ കമൻറ്റ് ചെയ്തു. ഐ ഡി വെച്ചിട്ട് കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ലോഡായിട്ട് കഴിഞ്ഞാലേ റൈറ്റ് ക്ലിക്ക് ആവും. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു, അത് ക്ലോസ് ചെയ്യുന്നുണ്ട്. യു ഹാവ് ഡൺ റൈറ്റ് ക്ലിക്ക്. ഓക്കെ, ഹലോ. ഗെറ്റ് ടെക്സ്റ്റ് എന്നുള്ള മെത്തേഡാണ് എന്ത് നമ്മുടെ സ്ക്രീനിലത്തെ അല്ലെങ്കിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട ഒരു മെസ്സേജ് ബ്രൗസറിൽ നിന്ന് ഗെറ്റ് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യിക്കാനുള്ളത്. ദെൻ ഗെറ്റ് ടൈറ്റിൽ എന്തിനായിരുന്നു? ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? റൈറ്റ് ക്ലിക്കിന്റെ ഇത് ക്ലിയർ ആണോ? ഇനി അടുത്തത് ചെയ്യാം. അടുത്തത് ഏതായിരുന്നു? റൈറ്റ് ക്ലിക്ക് കഴിഞ്ഞ ഏതായിരുന്നു? ഡബിൾ ക്ലിക്കിന്റെ ചെയ്യാം. നമുക്ക് ഒരു പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഡബിൾ ക്ലിക്ക് എക്സാമ്പിൾ മെയിൻ ഫംഗ്ഷൻ ആഡ് ചെയ്യണു. ദെൻ ഇതേ സെയിം തന്നെ ലൈൻ ഇവിടം വരെ സെയിം തന്നെയാണ്. ഈ ആക്ഷൻ ക്ലാസ്സും സെയിം തന്നെയാണ്. കാരണം ഇതിലും നമുക്ക് എന്ത് വേണം? ആക്ഷൻ ക്ലാസ് വേണം. ഇതൊക്കെ ആക്ഷൻസ് ആയതുകൊണ്ട് ആക്ഷൻ ക്ലാസ് വേണം. ഓക്കെ, ഇനി ഇതിൻ്റെ ഇവിടെ ഡബിൾ ക്ലിക്ക് അതിൻ്റെ ഇൻസ്പെക്ട് ചെയ്യണം. അതിൻ്റെ ഐ ഡി ഫെച്ച് ചെയ്യണം. ഏതാണ്? ഡബിൾ ക്ലിക്ക് ബട്ടൺ എന്നുള്ളതാണ് അതിൻ്റെ ഐ ഡി. ഇത് നോർമലി നമുക്ക് ക്ലിക്ക് ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട് ഒരു മിനിറ്റ് കേട്ടോ. ഹലോ, ഒരു മിനിറ്റ്, എനിക്ക് ഫോൺ ഒരു മിനിറ്റ്. ഹലോ, ഞാൻ ആ ഡാറ്റ അയച്ചിട്ടുണ്ട്. എൻക്രിപ്റ്റഡ് അല്ല, എൻക്രിപ്ഷൻ മാറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ ശരി. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഫോണിലല്ല, ഇവിടെ തന്നെ. അത്തീഫ് പോയോ? ഹലോ, മ്യൂട്ടാണ്. ഓക്കെ, കേൾക്കുന്നില്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഒരു URL ഓപ്പൺ ചെയ്തു, ഒരു ആക്ഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡബിൾ ക്ലിക്ക് ചെയ്യണം. അതിനു മുൻപ് അതിൻ്റെ ഐ ഡി ഫെച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐ ഡി എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇത് കൊടുത്തു. ദെൻ ഇതിനെ നമുക്കൊരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാം. വേരിയബിൾ അല്ല, ഒരു വെബ് എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യാം. എന്താണ് വെബ് എലമെന്റ് ബട്ടൺ ഈക്വൽസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോർ ചെയ്തു. വെബ് എലമെന്റിനെ ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് വെബ് എലമെന്റ്. ഇനി നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് നേരത്തെ എന്താ ചെയ്തത്? ആക്ഷൻസ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ക്ലിക്ക് ആയിരുന്നു നമ്മൾ നേരത്തെ ചെയ്തല്ലേ. അതിന് പകരം ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഡബിൾ ക്ലിക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഈ രണ്ടാമത്തെ എടുത്താൽ മതി. രണ്ടാമത്തെ ഡബിൾ ക്ലിക്ക് ഫംഗ്ഷൻ കണ്ടോ? അതിൽ ഓട്ടോമാറ്റിക്കലി ടാർഗറ്റ് വെച്ച് ചെയ്തതിൽ വന്നോളൂ ഡബിൾ ക്ലിക്ക്. അപ്പൊ BT എന്നുള്ളത് വന്നു. ഡോട്ട് എന്താണ് ഇവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്?
ഇനി എന്താ വരാ? ഡബിൾ ക്ലിക്ക് തന്നെയാണോ അതില്? പെർഫോം. ആക്ഷൻ ക്ലാസ് വർക്ക് ആവാൻ വേണ്ടിയിട്ട് പെർഫോം എന്നുള്ള മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് സിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ ക്ലിക്ക് ഇടുന്നു പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ വരുന്ന മെസ്സേജ് നമുക്ക് പ്രിന്റ് ചെയ്യിക്കാനായിട്ട് ഗെറ്റ് ടെക്സ്റ്റ് ചെയ്താൽ മതി. ഓപ്പൺ ആവുന്നുണ്ട്. യു ഹാവ് ഡൺ എ ഡബിൾ ക്ലിക്ക്. ക്ലിയർ ആയോ? ഇനി ഇതിപ്പോ ക്ലോസ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഡ്രൈവർ ഡോട്ട് ക്ലോസ് എന്ന് കോൾ ചെയ്താൽ മതി കേട്ടോ. ക്ലോസ്. ഞാൻ ഇപ്പോൾ ഇതായിരിക്കില്ല നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് തരുന്നുണ്ടായിരിക്കാം. വേറൊരു പേജ് ഞാൻ ക്രിയേറ്റ് ചെയ്തതുണ്ട്. അപ്പൊ അതിൽ ഡബിൾ ക്ലിക്ക്, അത് ഞാൻ കാണിച്ചു തരാം, ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ ഡബിൾ ക്ലിക്ക് കഴിഞ്ഞു. ഇനി അടുത്തത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. അതിൻ്റെ ഫയൽ ഇപ്പോൾ ഇതിൽ ഏതാ കിടക്കുന്നത് നോക്കട്ടെ. ഓ, ഇത് ക്രോം ആണല്ലേ. ഓക്കെ, ഡ്രോപ്പബിൾ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഉണ്ടോ? ഡ്രോപ്പ് ലെഫ്റ്റ് ആയോ? ഇൻട്രാക്ഷൻ ഡ്രോപ്പബിൾ. ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇതൊന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം, ഇത് ഡ്രാഗ് ചെയ്യാം, എന്നിട്ട് ഇവിടേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, ഹലോ. അപ്പൊ അതിന് നമുക്ക് പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ക്ലാസ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഫിനിഷ് കൊടുത്തു. ദെൻ ഈ സെയിം ഈ 3 ലൈൻ ഞാൻ എടുക്കുന്നു. ആക്ഷൻസ് വരെയുള്ളത് എടുക്കാം. ആക്ഷൻസ് വരെയുള്ളത് കോപ്പി ചെയ്തിട്ട് ഞാനിതിൽ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അതെല്ലാത്തിലും സെയിം ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. ഈ പേജിന്റെ URL മാറ്റണം. പേജിന്റെ URL ഡ്രോപ്പബിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ ഓക്കെ, URL മാറ്റി. ഓക്കെ, നമ്മൾ ആക്ഷൻ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? ഒരു കാര്യം, നമ്മളിപ്പോൾ URL ഇവിടെ നേരിട്ട് ഡ്രൈവർ ഡോട്ട് ഗെറ്റ് എന്നല്ലേ കൊടുത്തത്. ഇങ്ങനെയല്ലാതെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെയല്ലാതെ ഞാനിവിടെ സ്ട്രിങ് URL ഈക്വൽസ് പറഞ്ഞിട്ട് ഡബിൾ കോട്ട്സിൽ ഈ URL ഞാൻ പാസ് ചെയ്യണം. ദെൻ ഇതിനുള്ളിൽ എനിക്ക് എന്താക്കാം, ആ URL എന്നുള്ളത് പാസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെയും ചെയ്യാം, നമ്മൾ വെബ് എലമെന്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ ഇതില് വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഡ്രൈവർ ഇത് മാക്സിമൈസ് ആയി, ആ ഒരു ക്രോം ഡ്രൈവർ മാക്സിമൈസ് ആയിട്ട് വന്നു. ദെൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം എന്താവാം, ഈ ഒരു ഈ URL ഓപ്പൺ ആയി വന്നാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ്. അല്ലെങ്കിൽ എപ്പോഴും നമുക്കിപ്പോ കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു 1000 സെക്കൻഡോ അല്ലെങ്കിൽ ഒരു 10 സെക്കൻഡോ ഒക്കെ വെയിറ്റ് ചെയ്യാൻ പറയണം. അതിനെ നമുക്ക് ഇംപ്ലിസിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാം. നമുക്ക് അല്ലാതെ നമ്മൾ ജാവയിൽ പഠിച്ചപ്പോൾ ത്രെഡ് ഡോട്ട് സ്ലീപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാനുള്ളത്. അതേപോലെ ഇപ്പൊ നമുക്ക് സെലീനിയത്തിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇതാണ് ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്.
അപ്പൊ അതിനായിട്ട് ഡ്രൈവർ ഡോട്ട് മാനേജ് ഡോട്ട് ടൈംസ് ഔട്ട് ഡോട്ട് ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് എന്ന് കൊടുക്കാം. ദെൻ ഇപ്പോൾ ഒരു 1000 അല്ലെങ്കിൽ ഇപ്പൊ 1000 സെക്കൻഡ്സ് മതി. അത് സെക്കൻഡ്സ് ആവില്ല, മില്ലി സെക്കൻഡോ മൈക്രോ സെക്കൻഡ്, മില്ലി സെക്കൻഡ് ആണ്. ദെൻ ടൈം യൂണിറ്റ് ഡോട്ട് മില്ലി സെക്കൻഡ്സ്, എത്ര സെക്കൻഡ്സ് വേണമെന്നുള്ളത് ഞാൻ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. മാക്സിമൈസ് ആയിട്ട് കുറച്ച് ഇത്രയും കൂടെ മില്ലി സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് എനിക്ക് ആ URL ഓപ്പൺ ആയിട്ട് മതി. ഇതൊരു വെയിറ്റിന്റെ കൺസെപ്റ്റ് ആണ്. ഇംപ്ലിസിറ്റ്ലി എങ്ങനെ വെയിറ്റ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതിൽ വരുന്നത്. സെലീനിയത്തിലുള്ളതാണ് ഇത് കേട്ടോ. ഇത് നമുക്ക് പിന്നെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യും, കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് അടുത്ത പ്രോസസ്സിങ് റൺ ആയാൽ മതി, അല്ലെങ്കിൽ അടുത്ത സ്റ്റേറ്റ്മെന്റ് റൺ ആയാൽ മതി എന്ന് പറയുന്നതാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യണം. ഫയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇപ്പോൾ ഈ ഒരു ലൈൻ ഫയൽ അപ്ലോഡിന്റെ ആണെങ്കിൽ അത് കഴിഞ്ഞ് അപ്പം തന്നെ തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവും. അപ്പൊ അങ്ങനെ വർക്ക് ആവാതിരിക്കാനായിട്ട് ഫയൽ അപ്ലോഡ് 100% ആവുന്ന വരെ കുറച്ച് നേരം നമ്മൾ എന്താക്കുന്നു, ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് ചെയ്യിപ്പിച്ചിടാം. അടുത്ത സ്റ്റേറ്റ്മെന്റ് വർക്ക് ആവാതിരിക്കും കുറച്ച് നേരം ഇംപ്ലിസിറ്റ് ആയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യിപ്പിച്ചിടാം. അതിനുള്ളതാണ് ഈ ഇംപ്ലിസിറ്റ്ലി വെയിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്താക്കാം, നേരത്തെ ചെയ്ത പോലെ തന്നെ അതിന്റെ ID കണ്ടുപിടിക്കണം. ഇതിന്റെയും ID വേണം. ഡ്രാഗ് ചെയ്യണതിന്റെയും എവിടേക്കാണോ ഡ്രോപ്പ് ചെയ്യണേ അതിന്റെയും ID വേണം. അപ്പൊ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്ട് കൊടുക്കുക. ഒരു മിനിറ്റ്, ഞാൻ മൊബൈൽ ഒന്ന് ചാർജിലെടുത്തേ. ഞാൻ മൊബൈൽ ഡാറ്റ യൂസ് ചെയ്തോളൂ. ഓക്കെ, എവിടെ പോയി? ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്തു, ഇൻസ്പെക്ട് കൊടുത്തു. ID വന്ന് നോക്കുന്നത് ഡ്രാഗബിൾ എന്നാണ് ഇതിന്റെ ID വന്ന് നോക്കുന്നത്. ദെൻ ഏതിന്റെ ഡ്രാഗ് ചെയ്യണതിന്റെ ID ഡ്രാഗബിൾ എന്നും ഡ്രോപ്പ് ചെയ്യണതിന്റെ ID എന്ന് പറയുന്നത് ഡ്രോപ്പബിൾ എന്നുമാണ് ഇതിൽ കാണുന്നത്. ഇനി നമുക്കത് നമ്മുടെ വെബ് എലമെന്റ് ആയിട്ട് ഇവിടെ സ്റ്റോർ ചെയ്യാം. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID. അയ്യോ, ഡ്രോപ്പബിൾ അല്ലേ, ഞാനത് കോപ്പി ചെയ്തില്ല. ഡ്രാഗബിൾ ആണത്, ഡ്രാഗബിൾ പേസ്റ്റ് ചെയ്തു. അത് ഞാനൊരു വെബ് എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യണം. വെബ് എലമെന്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡ്രാഗ് ചെയ്യേണ്ടതല്ലേ, അപ്പൊ ഞാൻ ഫ്രം എന്ന് കൊടുക്കണം. അത് എന്ന് വെച്ചാൽ ഇത് ഡ്രാഗ് ചെയ്ത് എവിടേക്കോ കൊണ്ടുവരണം. ഫ്രം ദിസ് ടു ദിസ്, ഈ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ ഫ്രം എന്ന് കൊടുക്കണം, അല്ലെങ്കിൽ ഡ്രാഗബിൾ എന്ന് കൊടുക്കാം കേട്ടോ, എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഫ്രം എന്നൊരു പേര് കൊടുത്തു. ദെൻ അതേപോലെ വെബ് എലമെന്റ് 2 എന്ന് കൊടുക്കണം. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID. ഡ്രോപ്പബിൾ ആയിരുന്നു അല്ലേ, ഡ്രോപ്പബിൾ സ്പെല്ലിംഗ് കറക്റ്റ് ആണോ? ഡ്രോപ്പബിൾ. ഹലോ, അല്ല പെട്ടെന്ന് വേറെന്തോ ആരുടെയോ സൗണ്ട് വന്നേ. ഓക്കെ, അപ്പൊ നമ്മൾ ഡ്രാഗബിളും ഡ്രോപ്പബിളും ഒരു വെബ് എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ്. ഇവിടെ നിന്ന് ഫ്രം ദിസ്, ഇവിടെ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ടു ദിസ്, ഇതിലോട്ട് ഡ്രോപ്പ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനായിട്ട് നമ്മുടെ ആക്ഷൻ ക്ലാസിന്റെ പേര് എന്തായിരുന്നു? ആക്ഷൻസ് ഡോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇല്ലല്ലോ, ആക്ഷൻസ് ഡോട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അതില് ഫ്രം ടു എന്നുള്ളത് വന്നിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. എന്ന് വെച്ചാല് ഫ്രം എവിടെ നിന്നാണ്, ഏത് എലമെന്റിൽ നിന്നാണ് വരേണ്ടത് ആൻഡ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നാണ് ഫ്രമും 2 എന്നുള്ളതും കൊടുത്തത്. എന്നുവെച്ചാൽ നമ്മൾ ഡ്രാഗബിളും ഡ്രോപ്പബിളും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ID ആണ്, ഈ ഒരു വേരിയബിൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ദെൻ ഡോട്ട്, ഇനി എന്താ കൊടുക്കേണ്ടത്?
പെർഫോം നമ്മള് പെർഫോം, നേരത്തെ കൊടുത്തതല്ലേ അതെ പെർഫോം. ആക്ഷൻ ക്ലാസ് വർക്ക് ആവണമെങ്കിൽ പെർഫോം എന്നുള്ളത് കോൾ ചെയ്യണം. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടുന്ന് ഡ്രാഗ് ചെയ്ത് ആ ഒരു ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഇതിലോട്ട് പോയിട്ടുണ്ടായിരിക്കും. ഇനി ഞാൻ അത് റൺ ചെയ്യാം ആദ്യം. കണ്ടോ, ഡ്രാഗ് ചെയ്ത് അതിലോട്ട് ഡ്രോപ്പ് ആയിട്ട്. അപ്പൊ നമുക്ക് എന്താ ഇനി ഇവിടുത്തെ ഒരു ടെക്സ്റ്റ് കിട്ടണം എന്ന് വെച്ചാൽ എവിടേക്കാണ് പോയത്. ഡ്രോപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ട് വന്നു. ഇവിടെ ഡ്രോപ്പ് ഹിയർ എന്നായിരുന്നു, ഇത് ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തപ്പോൾ ഇവിടെ ഡ്രോപ്പ് എന്ന് വന്നു. അപ്പൊ ഇവിടുത്തെ ടെക്സ്റ്റ് നമുക്ക് കിട്ടണം. അപ്പൊ അത് കിട്ടാനായിട്ട് ആ ഡ്രോപ്പബിളിന്റെ ഇപ്പൊ വെബ് എലമെന്റിന്റെ പേരെന്താ, വേരിയബിളിന്റെ പേരെന്താ? ടു ഡോട്ട് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് കൊടുത്താൽ മതി. അത് ഞാൻ എന്താക്കുന്നു, ഒരു സ്ട്രിങ്ങിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. സ്ട്രിങ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്റ്റോർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇത്രയും നേരം ജസ്റ്റ് വാലിഡേഷൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്തതിൽ ഒന്നിലും നമ്മൾ വാലിഡേഷൻ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഓട്ടോമേഷനിൽ ഇത് വാലിഡേറ്റ് ചെയ്ത് നോക്കണം, ഇത് കറക്റ്റ് ആയോ ഇല്ല എന്നുള്ളതൊക്കെ അറിയണം. ഇത് പാസ് ആയോ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഉള്ളത് സക്സസ് ആയോ എന്നുള്ളതൊക്കെ അറിയണം. അതിനായിട്ട് നമുക്ക് വാലിഡേറ്റ് ചെയ്ത് നോക്കാം. ഇഫ് ടെക്സ്റ്റ് ഡോട്ട് ഈക്വൽസ്, ആ ടെക്സ്റ്റ് എന്നുള്ളത് എന്താണ്, ഡ്രോപ്പ്ഡ് എന്നാണ് വന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, അതെന്തായിരുന്നു, ഡ്രോപ്പ്ഡ് എവിടെയായിരുന്നു, ഒരു എക്സ്ക്ലമേഷൻ കൂടി ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇതാണ് ടെക്സ്റ്റ്. ഈ ടെക്സ്റ്റിലത്തെ വേരിയബിൾ, ഈ ടെക്സ്റ്റിലത്തെ വാല്യൂ ഇതും സെയിം ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, സിസ് ഔട്ട് പാസ് എന്ന് വെച്ചാൽ അത് ഡ്രോപ്പ്ഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എഴുതി കാണിക്കുന്നു. എൽസ് സിസ് ഔട്ട് ഫെയിൽ, ഫെയിൽ എന്ന് മതി. ഞാനത് കഴിഞ്ഞിട്ട് ഡ്രൈവർ ഡോട്ട് ക്ലോസും കൂടി കോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്കത് ക്ലോസ് ചെയ്യേണ്ടി വരും മാനുവലി. പാസ് ഡ്രോപ്പ്ഡ്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ ഇതിൽ ആക്സെപ്റ്റ്, പ്രിവെന്റ് പ്രൊപ്പഗേഷൻ, റിവേർട്ട്, ഡ്രാഗബിൾ, അങ്ങനെ പല പല മെത്തേഡിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളിപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പറഞ്ഞത്. അതല്ലാതെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിന്റെ ഇതിൽ ഈ ലിങ്ക് ഞാൻ അയച്ചിട്ടുള്ളതല്ലായിരുന്നോ? ഓക്കെ, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ, മൗസ് ഓവർ ആണ്. മൗസ് ഓവർ ഏതാ സൈറ്റ് ലിങ്ക് ഏതാ, ഇതിലുണ്ടോ? അല്ലോട്ട് ഫ്രെയിംസ് ഞാൻ എടുത്തിട്ടില്ലല്ലേ, അത് ഞാൻ എടുക്കാം. ഫ്രെയിംസിൻ്റെ അത് ഞാൻ എടുത്തിട്ടില്ല. മെനുവിലാണോ മൗസ് ഓവർ? ഓക്കെ, അതെ മെനുവിലാണ് ഇങ്ങനെ മൗസ് ഓവർ വരുമ്പോൾ ലിസ്റ്റ് വരണത്. ഓക്കെ, ഞാൻ പുതിയൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ ക്ലാസ് മൗസ് ഓവർ എക്സാമ്പിൾ. മെയിൻ മെത്തേഡ് ആഡ് ചെയ്തു, ഫിനിഷ് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ,
ആക്ഷൻസ് വരെ മതി. ഒരു മിനിറ്റ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൽ സബ് ലിസ്റ്റിലോട്ടൊക്കെ ഇങ്ങനെ പോകണം. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഈ മെയിൻ ലിസ്റ്റ് ഐറ്റത്തിലോട്ട് വരണം, ദെൻ ഇവിടേക്ക് പോകണം, പിന്നെ ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പം അതിനായിട്ട് നമ്മൾ ആക്ഷൻ ക്ലാസ് വരെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ലിങ്ക് മാറ്റാം. മെനു എന്നുള്ളതാണ് URL, അത് ഞാൻ കൊടുത്തു. ഡ്രൈവർ ആഡ് ചെയ്തിട്ടുണ്ട്. മാനേജ്. ഓക്കെ, ആക്ഷൻ ക്ലാസ് വരെ വന്നു. എനിക്ക് അതിൻ്റെ എക്സ്പാത്ത് കണ്ടുപിടിക്കണം. എക്സ്പാത്ത് അല്ലെങ്കിൽ ID കണ്ടുപിടിക്കണം. ID ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നോക്കട്ടെ. ഓക്കെ, അതിന് ID ഇല്ല, എക്സ്പാത്ത് കണ്ടുപിടിക്കണം. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനത് ലോക്കലിൽ എടുത്ത് ചെയ്തുതരാം. എക്സ്പാത്ത് എടുക്കണേക്കാളും നല്ലതായിട്ട് ലോക്കലിലത്തെ ഞാൻ ചെയ്തുതരാം. മൗസ് ഓവർ. ഓക്കെ, ഇതിലിങ്ങനെ പോണു. പെറ്റ്സ് എന്നുള്ളൊരു ഐക്കൺ വരുന്നു. അപ്പോൾ പെറ്റ്സ്, ഈ ഗാലറിയിലോട്ട് മൗസ് ഓവർ ചെയ്യണം. ഇതിലത്തെ ഏതെങ്കിലും ഓപ്ഷൻ എനിക്ക് ചൂസ് ചെയ്യണം. അതാണ് ടാസ്ക് കേട്ടോ. ഓക്കെ, ഞാനത് കോപ്പി ചെയ്തിട്ടുണ്ട്. URL ഞാനത് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ആക്ഷൻ ക്ലാസ് കോൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? ഇനി എനിക്ക് അതിൻ്റെ, ഞാൻ Ctrl U അടിച്ചിട്ട് അതിൻ്റെ സോഴ്സ് കോഡ് നോക്കാം. ആ ബട്ടൻ്റെ ക്ലാസ് ഉണ്ട് ഇവിടെ, കണ്ടോ? ബട്ടൺ ഒരു ക്ലാസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡ്രോപ്പ് ബട്ടൺ എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് CSS സെലക്ടർ വെച്ചിട്ട് എടുക്കാം. ബട്ടൺ ആയതുകൊണ്ട് CSS സെലക്ടർ വെച്ചിട്ട് നമുക്ക് അതിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് CSS സെലക്ടർ ക്ലാസ് നെയിം വെച്ച് എടുക്കണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ CSS സെലക്ടർ വെച്ചെടുക്കണം. ദെൻ ഓക്കെ, ബട്ടൺ ഡോട്ട് ഡ്രോപ്പ് ഡൗൺ, ഇങ്ങനെയായിരിക്കും അതിൻ്റെ സെലക്ടർ വരുന്നുണ്ടായിരിക്കുക. ഇതിനെ ഞാനൊരു വെബ് എലമെന്റിലോട്ട് സ്റ്റോർ ചെയ്യണം. വെബ് എലമെന്റ് ബട്ടൺ, വെബ് എലമെന്റ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മൾ ആ ബട്ടന്റെ CSS സെലക്ടർ എടുത്തു, അല്ലെങ്കിൽ എക്സ്പാത്തോ ID എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കണം. ഓക്കെ, ഇനി ഹലോ, അതതിന്റെ CSS സെലക്ടർ വരുമ്പോ എടുക്കണതാണ്. ഇത് ക്ലാസ് നെയിം അല്ലേ, ഞാൻ CSS സെലക്ടർ ആയിട്ടല്ലേ വെച്ചത്. അപ്പോൾ ഈ ബട്ടൺ ഡോട്ട് ഈ ക്ലാസിന്റെ പേര് കൊടുത്താൽ മതി. നമ്മളിപ്പോ CSS എഴുതുമ്പോൾ ഈ ബട്ടന്റെ CSS എഴുതാണെങ്കിൽ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ എഴുതുന്നുണ്ടാവും. ഇതേ കണ്ടോ, ഡോട്ട് ഡ്രോപ്പ് ഡൗൺ ഡ്രോപ്പ് ബട്ടൺ എന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് CSS കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റൈല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ CSS സെലക്ടറിൽ വരുമ്പോൾ ഇതിന്റെ ടാഗിന്റെ പേര് ഡോട്ട് ഈ ക്ലാസിന്റെ പേരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതല്ലെങ്കിൽ ക്ലാസ് നെയിം വെച്ചിട്ട് നേരിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ID ഉണ്ടെങ്കിൽ ID കൊടുക്കാം. എക്സ്പാത്ത് എടുക്കാൻ പോകേണ്ട മടിക്കാണ്, ഞാൻ നേരിട്ട് ചെയ്തതാണ്. ഓക്കെ, ഇനി നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ആക്ഷൻസ് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിന് ഈ മൗസ് ഓവറിനുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്, മൂവ് ടു എലമെന്റ്. ആക്ഷൻ ഡോട്ട് മൂവ് ടു എലമെന്റ് എന്ന് പറഞ്ഞ ഒരെണ്ണുണ്ടായിരിക്കും. ഓക്കെ, ഡോട്ട് പെർഫോം എന്നുള്ളത് കോൾ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ, ഞാനിത് റൺ ചെയ്യാം. അവിടെ എന്തോ എവിടെ ഇറങ്ങുന്നുണ്ടോ? സെമി കോളന് എവിടെയോ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു.
ഇവിടെ എന്താ ഇത് 2 വട്ടം ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതിപ്പോ ചെയ്യണത് ആ കേഴ്സർ മൂവ് ചെയ്തിട്ട് ആ ബട്ടന്റെ മുകളിലോട്ട് വരും, അത്രേ ഉള്ളൂ. കേഴ്സർ മൂവ് ചെയ്യണ്ടൊന്നും ഉണ്ടാവില്ല, ബട്ടന്റെ മുകളിൽ എനേബിൾ ആയിട്ട് വരും. കണ്ടോ, ഇത് നമ്മള് ഇതിന്റെ മുകളിൽ വന്നാലാണ് ഇതിങ്ങനെ വരാം. ഇതിപ്പോ ആ കേഴ്സറിന്റെ ഒരു കൺട്രോൾ ഇതിന്റെ മുകളിലോട്ട് പോയി. കേഴ്സർ മൂവ് ചെയ്തില്ലെങ്കിലും അതിന്റെ ഒരു കൺട്രോൾ ആണ് ഇതിന്റെ മുകളിലോട്ട് വന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി എനിക്ക് ഇതിലത്തെ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യണം. അപ്പൊ അതിനായിട്ട് താഴോട്ട് വരാം. അതിനായിട്ട് നമ്മളൊരു വേറൊരു വെബ് എലമെന്റ് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഇത് എടുത്തിട്ട് ഈ ഇതിലത്തെ ID ഫെച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ബുക്കാണ് ഞാൻ എടുത്ത് നോക്കുന്നത്. ബുക്കിന്റെ IDയോ അല്ലെങ്കിൽ ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു കേട്ടോ, അതെ, ഇവിടെ നമ്മളൊരു ലിങ്ക്, ആ ഒരു ബട്ടൺ അല്ല, ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ആണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ക്ലോത്ത്സ് ബൈക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആങ്കർ ടാഗിനുള്ളിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്ത് വേറെ പേജിലോട്ട് പോകാനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ലിങ്ക് ടെക്സ്റ്റ് വെച്ചിട്ട് എടുക്കാം. ലിങ്ക് ടെക്സ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ പുറത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. പുറത്ത് ഇവിടെ കാണുന്ന ഈ ബുക്സ് അല്ലെങ്കിൽ പെറ്റ്സ്, ക്ലോത്ത്സ്, ആ ഒരു ടെക്സ്റ്റ് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ലൊക്കേറ്റർ ആണ് പറയണത് കേട്ടോ, ലിങ്ക് ടെക്സ്റ്റ്. ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ ലിങ്ക് ടെക്സ്റ്റ്? ഓക്കെ, ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ലിങ്ക് ടെക്സ്റ്റ്, അവിടെയുള്ള പേരെന്തായിരുന്നു? ക്ലോത്ത്സ് എടുക്കാം. നമുക്ക് കോഡ്സിൽ ക്ലോത്ത്സ് എന്ന് കൊടുക്കണം. സ്പെല്ലിങ് കറക്റ്റ് അല്ല, CLOTHS. ഓക്കെ, ക്ലോത്ത്സ് കൊടുത്തു. ഇനി ഇത് ഒരു വെബ് എലമെന്റിലോട്ട് ഞാൻ സ്റ്റോർ ചെയ്യണു. വെബ് എലമെന്റ് ഞാനിപ്പോൾ ലിസ്റ്റ് എന്ന് കൊടുക്കണം. ഓക്കെ, വെബ് എലമെന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മളിപ്പോ ചെയ്ത് വെച്ചിടത്തോളം ഇത് ഇങ്ങനെ മുകളിലോട്ട് വന്നു. ഇനി ക്ലോത്ത്സിലോട്ട് പോയി. ഇതിന്റെ കൺട്രോൾ ക്ലോത്ത്സ് ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി. ഇനി എന്താ ചെയ്യേണ്ടത്? അതിന് നമുക്ക് ക്ലിക്ക് ചെയ്യണം. ഈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞതിൽ ക്ലിക്ക് ചെയ്യണം. അതിനായിട്ട് ആക്ഷൻസ് ഡോട്ട് ക്ലിക്ക് എന്ന് കൊടുക്കാം. ദെൻ ആ ക്ലിക്കിനുള്ളിൽ നമുക്ക് എന്താക്കാം? ഈ ലിസ്റ്റ് പാസ് ചെയ്യാം, ഈ വേരിയബിള് പാസ് ചെയ്യാം, വെബ് എലമെന്റ് പാസ് ചെയ്യാം. ദെൻ ഡോട്ട് പെർഫോം എന്നുള്ളത് കോൾ ചെയ്യാം. ഓക്കെ, ഓരോന്നിനും ഡബിൾ ക്ലിക്ക് ചെയ്യാനും റൈറ്റ് ക്ലിക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യാനും എല്ലാത്തിനും ഓരോരോ ഫങ്ഷൻസ് ഉണ്ട്. ആ ഫങ്ഷൻസ് പെട്ടെന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാം നമുക്ക് പിന്നെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഞാനത് റൺ ചെയ്യാം. ക്ലോത്ത്സ് ക്ലിക്ക് ആയിട്ടുണ്ട്, വേറെ പേജിലോട്ട് ഇതേ പോകും. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, അതാണ് ഇപ്പൊ ഗൂഗിൾ സെർച്ചിന്റെ പേജിലോട്ട് പോയത്. മൗസ് ഓവർ മനസ്സിലായോ? ഓക്കെ, ഏത് ക്ലാസ് ഉള്ളത്? ഓക്കെ, ഇതൊക്കെയാണ് 4 ഇമ്പോർട്ടൻറ്റ് ആക്ഷൻ ക്ലാസ്സസ് വരുന്നത്. ഇനി ഞാൻ ഫ്രെയിം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ എടുത്തു എന്ന് വിചാരിച്ചത്, അത് അലേർട്ടിൻ്റെ ഒപ്പം എടുക്കേണ്ടതായിരുന്നു. ഫ്രെയിം എന്ന് പറഞ്ഞത്, ഫ്രെയിം അല്ലെങ്കിൽ ഫ്രെയിം സെറ്റ് എന്ന് പറയും, അതല്ലെങ്കിൽ ഫ്രെയിം എന്ന് പറയും. ഫ്രെയിം സെറ്റ് എന്ന് പണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പൊ പറയുന്നത് ഫ്രെയിം എന്നാണ്. ഫ്രെയിം എന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു പേജ്, ഞാനത് ക്ലോസ് ചെയ്യട്ടെ. ഓക്കെ, ഈ ഒരു പേജിനെ എനിക്ക് വേറൊരു വെബ്സൈറ്റിനുള്ളിൽ എംബഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലതിൽ യൂട്യൂബിന്റെ വീഡിയോസ് കാണാൻ പറ്റും നമുക്ക്, ഇല്ലേ? ചില സൈറ്റിൽ യൂട്യൂബിന്റെ വീഡിയോസ് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് ഫ്രെയിം കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ഞാൻ അതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം, അപ്പൊ ക്ലിയർ ആവും. ഓക്കെ, ഒരു മിനിറ്റ്. ഇതൊരു വെബ് പേജ് ആണെന്ന് വിചാരിക്കും. ഹലോ, വെൽക്കം ടു അവർ വെബ്സൈറ്റ്, ക്ലിക്ക് മീ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു മെസ്സേജ് വരും. അതൊരു വെബ് പേജ് ആണ്. ഈ ഒരു വെബ് പേജിനെ ഞാൻ വേറൊരു വെബ് പേജിന്റെ ഉള്ളിലോട്ട് കൊണ്ടിടാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നേരത്തെ കണ്ട വെബ് പേജ് ഇവിടെ ഒരു ഫ്രെയിം ആയിട്ട്
വേറൊരു സൈറ്റിന്റെ ഉള്ളിലാണ് വന്ന് കിടക്കണത്. അപ്പൊ ഇത് ക്ലിക്ക് ചെയ്യാം, അവിടെ ഒരു മെസ്സേജ് വരുന്നു. ദെൻ പുറത്തൊരു ബട്ടൺ ഉണ്ട്, അപ്പൊ വേറൊരു മെസ്സേജ് വരും. ഓക്കെ, ക്ലിയർ ആണോ? ഫ്രെയിമിന്റെ ഉള്ളിൽ വേറൊരു ഫ്രെയിം, ഒരു വെബ് പേജിനുള്ളിൽ ഒരു ഫ്രെയിം വരുന്നു, അതിനുള്ളിൽ വേറൊരു വെബ് പേജ് വരുന്നു. അതാണ് ഐ ഫ്രെയിം എന്നുള്ള ഒരു കൺസെപ്റ്റ്. എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും സൈറ്റ് നമുക്ക് എംബഡ് ചെയ്ത് വെക്കണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ചില സൈറ്റിൽ ഏറ്റവും താഴെ നോക്കുമ്പോൾ ഈ ട്വിറ്ററിന്റെ ഒക്കെ പേജ് എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ പേജൊക്കെ ഏറ്റവും താഴെ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അത് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ ചെയ്യണതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഫ്രെയിമിൽ നമുക്ക് എങ്ങനെ ക്ലിക്ക് ചെയ്യാം? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതെങ്ങനെ ക്ലിക്ക് ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. ഇതും അലേർട്ട് ബോക്സിന്റെയും ഏകദേശം സെയിം തന്നെയാണ്. നമ്മൾ അലേർട്ട് ബോക്സിൽ എങ്ങനെയാണ് ചെയ്തത്? ബ്രൗസറിൽ നിന്ന് അലേർട്ടിലോട്ട് സ്വിച്ച് ടു അലേർട്ട് എന്ന് കൊടുത്തു. അതേപോലെ തന്നെയാണ് ഇതിൽ നമുക്ക് ഈ ബ്രൗസറിൽ നിന്ന് ഫ്രെയിമിലോട്ടാണ് സ്വിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ന്യൂ ക്ലാസ് ഫ്രെയിം എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തു, ഇൻ ഫംഗ്ഷൻ ആഡ് ചെയ്തു. ആക്ഷൻ വേണ്ട, നമുക്ക് ഇവിടം വരെ മതി. കോപ്പി ചെയ്തു, പേസ്റ്റ് ചെയ്തു. ഇനി URL മാറ്റണം. ഈ URL ഞാൻ കോപ്പി ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഇതിപ്പോ നമ്മൾ ബ്രൗസറിലാണ് നിൽക്കുന്നത്. ബ്രൗസറിൽ നിന്ന് മാറിയിട്ട് എനിക്ക് ഫ്രെയിമിനുള്ളിലോട്ട് പോകണം. അതിനായിട്ട് ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് അലേർട്ട് ബോക്സ് ആണെങ്കിൽ അലേർട്ട് എന്ന് കൊടുക്കുക, ഫ്രെയിം ആണെങ്കിൽ എന്ത് കൊടുക്കുക? ഫ്രെയിം എന്ന് കൊടുക്കുക. ഇതിപ്പോ ഒരൊറ്റ ഫ്രെയിം ആണുള്ളത്, ഏറ്റവും ആദ്യത്തെ ഫ്രെയിം ആണ് ഇത് അല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് 0 എന്ന് ഇൻഡെക്സ് കൊടുക്കാൻ പറ്റും. ഫസ്റ്റത്തെ ഫ്രെയിം ആയതുകൊണ്ട് 0 എന്നാണ് ഇൻഡെക്സ് കൊടുക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, എന്നുവെച്ചാൽ അതിന്റെ പൊസിഷൻ എത്രാമത്തെ ഫ്രെയിം ആണെന്നാണ് കൊടുക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇപ്പൊ ഫ്രെയിമിന്റെ ഉള്ളിലോട്ട് കയറി ഉണ്ടാവും. ഇനി ഈ ബട്ടൺ നേരിട്ട് ക്ലിക്ക് ചെയ്തൂടെ? നോർമലി ഒരു ബട്ടൺ എങ്ങനെയാ നമ്മൾ ക്ലിക്ക് ചെയ്യുക? ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട്, ഇപ്പൊ ബട്ടൺ ID ഐ ഫ്രെയിം ബട്ടൺ എന്നാണ് പേര്. ഡോട്ട് ക്ലിക്ക് കൊടുക്കുക, ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കുന്നു? അത് പാസ് ചെയ്തു, ഡോട്ട് ക്ലിക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ഞാനത് റൺ ചെയ്യാം. ക്ലിക്കായില്ലേ? ഈ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കണം. ആ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ അതിന്റെ ID ഫെച്ച് ചെയ്തെടുക്കാം, ഇൻസ്പെക്ട് ചെയ്യണം. ID എന്നുള്ളത് ഡെമോ ആണ് അതിന്റെ ID. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കാൻ എന്താ ചെയ്യണ്ടേ? ഗെറ്റ് ടെക്സ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ അത് നേരിട്ട് വേണമെങ്കിൽ സിസ് ഔട്ടിൽ കൊടുക്കാം. ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ID then dot get text. ഓക്കെ, ഞാൻ പിന്നെ ഡ്രൈവർ ഡോട്ട് ക്ലോസും കൂടി കോൾ ചെയ്യാം, പെട്ടെന്ന് ക്ലോസ് ആയി പോകാനാണ്. കണ്ടോ? ഹായ് ഹാവ് എ നൈസ് ഡേ എന്നുള്ളത് വന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് ഏതിനുള്ളിലാണ്? ആ ഒരു ഫ്രെയിമിന് ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി ആ ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരാനായിട്ട് ഡ്രൈവർ ഡോട്ട് സ്വിച്ച് ടു ഡോട്ട് ഡീഫോൾട്ട് കോണ്ടെക്സ്റ്റ് എന്നുണ്ടാവും, ഡീഫോൾട്ട് കണ്ടന്റ് എന്നുണ്ടാവും. ഓക്കെ, ദെൻ ഇത് കോൾ ചെയ്താൽ ഫ്രെയിമിന് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇനി എനിക്ക് ഈ ബട്ടൺ ആണ്, ഇപ്പൊ ഫ്രെയിമിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇതിന്റെ ഞാൻ ഇൻസ്പെക്ട് ചെയ്തിട്ട് ID എടുക്കുകയാണെങ്കിൽ മെയിൻ പേജ് ബട്ടൺ എന്നാണ് ID യുടെ പേര്.
അപ്പൊ ഞാൻ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ എങ്ങനെയാണ്? ഡ്രൈവർ ഡോട്ട് ഫൈൻഡ് എലമെന്റ് ബൈ ഡോട്ട് ഐ ഡി പാസ് ചെയ്തു ഡോട്ട് ക്ലിക്ക് എന്ന് കൊടുത്തു. ഓക്കെ, ഈ ഒരു ഇതാണ് ആ ഒരു ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ളത് കേട്ടോ. റൺ ചെയ്യാം. ആ ഫ്രെയിം നമ്മൾ ആ പേജിലല്ല എഴുതി വെക്കുന്നത്. ഈ ഒരു ഫ്രെയിം ഈ വെബ് പേജ് മെയിൻ ഫ്രെയിം ഡോട്ട് HTML ഉള്ളതിൻ്റെ ഉള്ളിലല്ല നമ്മൾ എഴുതി വെക്കണത്. പകരം വേറൊരു സെപ്പറേറ്റ് പേജ് ആയിട്ടാണ് ഉണ്ടാക്കി വെക്കണത്. കണ്ടോ, ഇതിപ്പോ ക്ലിക്ക് ആയിട്ടുണ്ട്. കണ്ടോ, ഹായ് മേ ഗോഡ് ബ്ലസ് യു, ഇതും ക്ലിക്ക് ആയിട്ടുണ്ട്. അപ്പൊ ഇത് പ്രിന്റ് ചെയ്യിക്കണമെങ്കിൽ വീണ്ടും നമുക്ക് ഗെറ്റ് ടെക്സ്റ്റ് യൂസ് ചെയ്താൽ മതി. ഇതിന്റെ ID എടുത്തിട്ട് ഗെറ്റ് ടെക്സ്റ്റ് യൂസ് ചെയ്താൽ മതി. ഇതിന്റെ സോഴ്സ് കോഡ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ഐ ഫ്രെയിം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേറൊരു പേജാണ്. iframe.html എന്ന് പറഞ്ഞാൽ വേറൊരു പേജാണ്. ഞാനത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ വേറൊരു പേജിനെ ഒരു വെബ് പേജിന്റെ ഉള്ളിൽ എംബഡ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് iframe എന്നുള്ളത്. അപ്പൊ അതിനുള്ളിലോട്ട് കയറണമെങ്കിൽ നമ്മൾ സ്വിച്ച് ടു ഡോട്ട് ഫ്രെയിം എന്ന് കൊടുക്കുക. ഫ്രെയിമിന്റെ പൊസിഷൻ ഇൻഡെക്സ് ഏതാണെന്ന് വെച്ചാൽ ഇൻഡെക്സ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക്, പിന്നെ എന്തായിരുന്നു നോക്കി നമ്മളിന്ന്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, മൗസ് ഓവർ, iframe. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ, ആക്ഷൻ ക്ലാസ് ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് റോബോട്ട് ക്ലാസ് ഒക്കെയാണ് വരുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ഡേ എടുക്കാം. ആക്ഷൻ ക്ലാസ്സിന്റെ ഞാൻ ടാസ്ക് തരാം. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിന്റെ ഞാനിവിടെ ഓൾറെഡി തന്നത് തന്നെയാണ്. ഇതല്ല പറയുന്നത്. ഡ്രോപ്പബിൾ ഈ ബാക്കിയുള്ള ഞാൻ ആഡ് ക്ലിക്ക് ചെയ്തു ഇല്ല. ഓക്കെ, ഇതിവിടെ കണ്ടോ, വേറെ കുറെ മെത്തേഡുകളുണ്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പിന്റെ. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. പിന്നെ നമ്മൾ ഏതാ ചെയ്തിട്ടുണ്ടായിരുന്നത്? റൈറ്റ് ക്ലിക്കിന്റെ ഞാനിപ്പോ പറഞ്ഞുതരാം. ക്ലാസ് നെയിം, റൈറ്റ് ക്ലിക്ക്, ഡബിൾ ക്ലിക്കിന്റെ ഞാനിപ്പോ അയച്ചുതരാം. അല്ല, കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്കിന്റെ എൻ്റെ കയ്യിൽ കാണാനില്ല. ഇതിപ്പോ ഒരു ഫോം അല്ല, ഒരു പേജ്. ഇതിലിവിടെ ഹെലോ എന്നുള്ളിടത്ത് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു മെസ്സേജ് ആണ് വന്ന് നോക്കുന്നത്. വെൽക്കം ടു ഷാനിംസ് അക്കാദമി എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഓപ്പൺ ചെയ്യുക. ഈ ഹെലോമേ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ബട്ടണോ ഒന്നുമല്ല, ഇത് ഹെലോ എന്നുള്ള ഒരു ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റമേ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ വേറൊരു ടെക്സ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം ഹെലോ പ്രിന്റ് ചെയ്യിക്കുക. റൈറ്റ് ക്ലിക്ക് അല്ല, സോറി, ഡബിൾ ക്ലിക്ക് കേട്ടോ. ആദ്യം ഹെലോ പ്രിന്റ് ചെയ്യിക്കുക, ദെൻ ഹെലോമേ ഡബിൾ ക്ലിക്ക് ചെയ്യുക, ദെൻ പിന്നെ വരുന്ന ഈ ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യിക്കുക. അതാണ് ടാസ്ക്. ഡബിൾ ക്ലിക്കിന്റെ കേട്ടോ. ദെൻ റൈറ്റ് ക്ലിക്കിന്റെ ഇതിലത്തെ തന്നെ ചെയ്ത് നോക്കിക്കോ. ഇതിലുണ്ടാവും റൈറ്റ് ക്ലിക്കിന്റെ ഇതിന്റെ സെയിം തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. ഞാൻ വേറെ ഫോം എൻ്റെ അടുത്ത് കിട്ടുകയാണെങ്കിൽ ഞാൻ അയച്ചിടാം. ഇതന്നെ ഡബിൾ ക്ലിക്കും റൈറ്റ് ക്ലിക്കും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. ഈ ഒരു ഫോമിലത്തെ ബട്ടൺസ് എന്നാണ് വരുന്നത് പേര്. ആണെങ്കിൽ ചാറ്റിൽ ഇടാം. ഡ്രോപ്പബിളിന്റെ ലിങ്കും ഞാൻ ചാറ്റിലിട്ടുണ്ട്. 2 ലിങ്ക് ഞാൻ ചാറ്റിലിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് രണ്ടും ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഫ്രെയിമിന്റെയും ഈ ഏതായിരുന്നു ഡബിൾ ക്ലിക്കിന്റെയും ലോക്കൽ ഫയലും കൂടി ഞാൻ അയച്ചിടാം. അപ്പൊ അതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓക്കെ, ശരി. ഹലോ, പോയി. ഓക്കെ, കുഴപ്പമില്ല. നാളെ 8 മണിക്ക് തുടങ്ങാൻ പറയാം. ഫൈൻ, താങ്ക് യു.